ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉദ്ദേശം ഇങ്ങനെ ഒരു പ്രാർത്ഥനായോഗമായിട്ടോ ആണെന്ന് അല്ല പറഞ്ഞത്. എന്നാൽ തന്നെയും നമ്മൾ ഏതൊരവസരത്തിലും ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവകൃപയാണല്ലോ. ദൈവം നമുക്ക് ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു ട്രാജഡിയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു സംശയമില്ല. അതിൻ്റെ മധ്യേ ഞങ്ങളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. മനുഷ്യൻ്റെ ആശ്വാസ വാക്കുകൾക്കെല്ലാം ഒരു പരിധിയും. എല്ലാവർക്കും മനസ്സിനകത്ത് വേദനയുണ്ടെങ്കിലും സ്വന്തം കുടുംബമായ ഞങ്ങൾക്കാണ് ഏറ്റവും, അത് മാനുഷികമായ അങ്ങനെ തന്നെയാണ്, ഏറ്റവും കൂടുതൽ വേദനയും ദുഃഖവും എല്ലാം ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിനാണ്. തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ എപ്പോഴും പ്രസൻസ് ഉണ്ടായിരുന്ന മമ്മിയില്ല എന്ന് ചിന്തിക്കുന്നത് പോലും ഓർക്കുവാൻ കഴിയില്ല. ഇതിൻ്റെ എല്ലാം മധ്യേ ദൈവം ഞങ്ങളെ നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ വേദപുസ്തകം മനുഷ്യനിർമ്മിത കഥകളല്ല. പത്രോസ് പറയുന്ന പോലെ അത് എഴുതപ്പെട്ടത് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ് തിരുവചനം. ദൈവം തന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചും തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും തൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി, അതിലൂടെ ദൈവത്തോട് അടുത്ത് വരുവാനും തത്സമയത്തുള്ള സന്തോഷവും തത്സമയത്തുള്ള ആശ്വാസവും തത്സമയത്തുള്ള പ്രത്യാശയും എല്ലാം പ്രാപിപ്പാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. തിരുവെഴുത്തുകളിൽ ആശ്രയിച്ച് ആശ വയ്ക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും മറ്റെവിടെയും ശാശ്വതമായ ഒരു ആശ്വാസവും ആശ്രയവും പ്രാപിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്തിൽ, ദൈവവചനത്തിൽ, ആ ദൈവവചനം എന്ന് പറയുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. അതിലൂടെ ധൈര്യം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുടുംബമായി ഈ അവസരത്തിൽ നിലനിൽക്കുന്നത്. എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ധൈര്യമോ പ്രത്യേകമായ ദൈവകൃപയോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ദൈവവചനത്തിലുള്ള വിശ്വാസം അടിയുറച്ചുള്ള ആശ്രയമാണ്. അതിൽ തന്നെ നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു നല്ലൊരു പൈതൃകം, ഒരു ലെഗസി, ഒരു നല്ലൊരു പാരമ്പര്യം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഒരു നല്ലൊരു പൈതൃകം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ്. ഇപ്പം ഈ സമയത്ത് മലബാറിൽ ഇപ്പം എൻ്റെ പിതാവിൻ്റെ മിനിസ്ട്രിയെ ഒരു ആദരിക്കുവാൻ വേണ്ടിയാണല്ലോ ഒരു മീറ്റിംഗ് ഇങ്ങനെ കൂടി വരുത്തിയത്. ഒന്ന് ഈ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ഒന്ന് കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എനിക്ക് അവരെ പറ്റിയൊക്കെ ദൈവവചനത്തിൽ ഓർക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ചില ചിന്തകളുണ്ട്. ഞാൻ ആദ്യം മുതൽ എൻ്റെ ഫാദറിനെ പറ്റി പറയാം. അദ്ദേഹത്തെ പറ്റി എനിക്കുള്ള വളരെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന രണ്ട് ഓർമ്മകളുണ്ട്. അദ്ദേഹം വളരെ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ ചില സമയത്ത് ഉച്ചയ്ക്കൊക്കെ നോക്കുമ്പോൾ പുള്ളി ആ ഒരു വിൻഡോയുടെ അടുത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ ഇടയ്ക്കിലേക്ക് ചേർന്നിരുന്ന് എൻ്റെ വേദപുസ്തകം വായിച്ചൊരു പഴയ കണ്ണാടി എടുത്ത് വെച്ച് ആ വേദപുസ്തകത്തിൽ അങ്ങനെ അടിക്കുറിപ്പുകളൊന്നുമില്ല, പക്ഷെ ആ വേദപുസ്തകം പല ആവർത്തി വായിച്ചിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഞങ്ങൾക്കുള്ളത്. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എന്നെ വളരെയധികം. അതുപോലെ തന്നെ എൻ്റെ മാതാവിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ആദ്യമായി, ഗൂഡല്ലൂരിൻ്റെ പ്രദേശത്ത് ആദ്യമായി സുവിശേഷ പ്രവർത്തനമായി വന്ന, കേരളത്തിൽ നിന്ന് വന്ന സുവിശേഷകനാണ്. അദ്ദേഹവും ഒരു തമിഴ് പാസ്റ്ററുമാണ് ഇവിടെ ആദ്യമായിട്ട് വന്നതെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇവിടെ വളരെയധികം കഷ്ടപ്പെടുകയും കഷ്ടതകളിലൂടെ കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്.
അതുപോലെ തന്നെ എൻ്റെ മാതാവ്. മമ്മിയെ പറ്റി പലരും പറഞ്ഞത് കേട്ട് പലരും എന്നെ വിളിച്ചു, ഇത്രയൊക്കെ ആൻറ്റി ചെയ്തുവെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ മമ്മി എല്ലാത്തിൻ്റെയും ഒരു ഗ്ലൂ ആയിരുന്നു, എല്ലാത്തെയും ഒട്ടിച്ച് നിർത്തുന്ന ഒരു ഗ്ലൂ. മിനിസ്ട്രിയിലായാലും കുടുംബത്തിലായാലും തൻ്റെ താഴ്മയിലൂടെയും ത്യാഗമനോഭാവത്തിലൂടെയും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ക്രിസ്തുവിൻ്റെ സവിശേഷമായ സ്വഭാവം മമ്മിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാഡിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു അവസരത്തിൽ എനിക്കിവിടെ പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അതുകൊണ്ട് പറയാം. ഞാൻ എപ്പോഴും 2 വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത്, പറയാൻ പറ്റത്തില്ലത്. എൻ്റെ വേദപുസ്തക അറിവിൻ്റെ, എൻ്റെ തിയോളജിയുടെ, സൺഡേ സ്കൂളിൻ്റെ അല്ല, എൻ്റെ തിയോളജിയുടെ ഗ്രൗണ്ട് മൊത്തം എൻ്റെ പിതാവിൻ്റെ വചനപ്രഘോഷണങ്ങളിൽ നിന്ന് ലഭിച്ച. ഒരു പക്ഷേ പലർക്കും അത് ഇന്നത്തെ ഈ മാർക്കറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഈ പ്രസംഗ മുറയുണ്ടല്ലോ, അതായത് ആളുകളെ ആകർഷിച്ചിരുത്തുന്ന ഒരു സംസാര ശൈലിയും രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന അതേ പ്രബുദ്ധതയോടുകൂടെ സംസാരിക്കുന്ന ഒരു ശൈലിയൊക്കെ ആണല്ലോ ആളുകൾക്ക് ഇഷ്ടം. കഴമ്പില്ലാത്ത പല പ്രസംഗങ്ങളുമാണ് ആളുകൾക്ക് ഇഷ്ടം. കാരണം അതിന് ശൈലിയുണ്ട്, കേട്ടിരിക്കാൻ രസമുണ്ട്, അതിന് സരസതയുണ്ട്, നർമ്മമുണ്ട്. ഒരു പക്ഷേ ഡാഡിയുടെ പ്രസംഗത്തിൽ അതൊന്നും കണ്ടെന്ന് വരത്തില്ല. ഡാഡി എക്സാമ്പിൾസ് പോലും ഉപയോഗിക്കുന്ന വളരെ ചുരുക്കമായിട്ട് ഞാൻ കേട്ടു. എന്നാൽ ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് ആ പ്രസംഗങ്ങളിൽ നിന്നുള്ള ഓരോ വാക്കുകളും അടർത്തിയെടുത്ത് കേൾക്കുവാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും എൻ്റെ പിതാവിൻ്റെ പ്രസംഗത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിനും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ദൈവകൃപയാൽ അങ്ങനെ നല്ലൊരു പൈതൃകം ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നാം എല്ലാവരും വിവിധ അളവിൽ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ദുഃഖ സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വന്നുകൂടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് നമുക്ക് ശാശ്വതമല്ല എന്നുള്ളത് മരണം ഒരിക്കൽ കൂടി നമ്മെ വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. നമുക്ക് ശാശ്വതമായ ഒരു സ്ഥലം ഇതല്ല. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 15-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ വളരെ വൈസായി, വളരെ ഇൻ്റലിജൻ്റായി, വളരെ ജ്ഞാനത്തോടുകൂടി, ദൈവാത്മാവിൻ്റെ ശക്തിയോട് ജ്ഞാനത്തോടുകൂടി ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിൻ്റെ അവസാനം അതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന വണ്ണം അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിച്ചതിന് ശേഷം ആരെങ്കിലും മലയാളത്തിനും തമിഴിലൊന്ന് വായിക്കാം. Therefore, my beloved brothers, be steadfast, immovable, always abounding in the work of the Lord, knowing that in the Lord your labor is not in vain. മലയാളത്തിലും തമിഴിലൊന്ന് വായിക്കാം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. തമിഴിലൊന്ന് വായിച്ചു. ஆகையால் எனக்கு பிரியமான சகோதரரே, கர்த்தருக்குள் நீங்கள் படுகிற பிரயாசம் விருதாவாயிராது என்று அறிந்து நீங்கள் உறுதிப்பட்டவர்களாயும் அசையாதவர்களாயும் கர்த்தருடைய கிரியைகளிலே எப்போதும் ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുന്നു. வீழ்த்திருங்கள், விசுவாசத்தில் வீழ்த்திருங்கள், புருஷராயிருங்கள், இடம் கொள்ளுங்கள். ഇംഗ്ലീഷിൽ be watchful, stand firm in the faith, act like men, be strong.
ഈ രണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത്തേത് 58-ാം വാക്യത്തിലുള്ളത് വളരെ ഡയറക്റ്റായി അപ്പോസ്തലനായ പൗലോസ് ആ അധ്യായത്തിൻ്റെ അവസാനം കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, വളരെ ഡയറക്റ്റായി. നിങ്ങൾ ആകയാൽ, നാം വേദപുസ്തകത്തിൽ ആകയാൽ എന്ന് കാണുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട്. ആകയാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കാണാൻ നേരത്തെ ആദ്യം ആകയാൽ എന്തുകൊണ്ട് വിശേഷം നമ്മൾ ചോദിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് വിശേഷം എന്നല്ല ചോദിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിന് കൺജങ്ഷനാണ്. അപ്പം അവിടെ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുന്നതിന് കാരണം നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഇപ്പോൾ ഡാഡി മമ്മിയെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം മലബാറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വലിയ കാര്യങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അത്രയും സഭകളുമില്ല, ദൈവദാസന്മാരും ഇല്ല. ഞെരുക്കത്തിൻ്റെയും കഷ്ടതകളും ഒക്കെ നടുവിലാണ് വരുന്നത്. ഞാൻ ഇന്നലെ റോഡിലൂടെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഒരൊറ്റ സൈക്കിളുകാരനെ പോലും കാണാനില്ല. സൈക്കിൾ എന്ന് പറയുന്ന സംഗതി നമ്മുടെ നിരത്തുകളിലില്ല. എന്നാൽ ഏകദേശം 35 വർഷം മുമ്പ് ഇവിടുത്തെ സുവിശേഷകന്മാർക്ക് ഒരു സൈക്കിൾ കിട്ടുക എന്ന് പറയുന്നത് അവർക്കിന്നൊരു ബെൻസ് കാറ് കിട്ടുന്നതിന് തുല്യമാണ്. അതാർക്കും അറിയത്തില്ല. ആ സമയം പലർക്കും അറിയില്ല. ആർക്കും അറിയത്തില്ലെന്നല്ല, പലർക്കും അറിയില്ല. ആ ഒരു ദിവസം മലബാർ എല്ലാം മാറി. മലബാർ ഒത്തിരി മുമ്പേക്ക് പോകും അല്ലേ. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഡാഡി മമ്മി മാത്രമല്ല, അങ്ങ് പലരും ഇവിടെ മലബാറിൽ ഒരുപാട് പ്രയത്നങ്ങൾ അവരുടെ ഇവിടെ കിടപ്പുണ്ട്. അവർ പലരും മൺമറഞ്ഞു പോയേക്കാം. ഈ ഒരു അവസരത്തിൽ ഈ വാക്യം വളരെ അർത്ഥവത്താണ്. നാം എന്താണ് ചെയ്യേണ്ടത്? We need to abound in the work of the Lord. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാണ്. ആകയാൽ എന്തുകൊണ്ട്? ആ അധ്യായം മുഴുവൻ പൗലോസ് സുവിശേഷവും സുവിശേഷത്തിൻ്റെ റിസൾട്ടായി, അതിൻ്റെ ഫലമായി മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും ലോകചരിത്രത്തിലും എല്ലാം സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ, വരാനിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. അത് വളരെ വ്യക്തമായി സംഭവിക്കാൻ പോകുന്നതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി പൗലോസ് പറയുന്നത് സുവിശേഷം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ആ സുവിശേഷത്തെ മനുഷ്യന്റെ ഉയിർപ്പുമായി പൗലോസ് ബന്ധിപ്പിക്കുകയാണ്. ഉയിർപ്പിനെ പറ്റിയുള്ള വലിയൊരു അധ്യായമാണ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം. എപ്പോഴും ധൈര്യപ്പെടുത്തുന്ന ഒരു ചാപ്റ്ററാണ്. എപ്പോഴും ആരും മരിക്കുമ്പോഴാണ് മാത്രമല്ല, എപ്പോഴും നമ്മളിത് വായിച്ച് അതിനകത്തിലെ വാക്കുകൾ വളരെ നമ്മെ ത്രസിപ്പിക്കുന്നതും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്നതും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതുമായ വാക്കുകളാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സുവിശേഷം എന്താണ്? കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അതും സുവിശേഷം തന്നെയാണ്. അവൻ അനേകർക്ക് പ്രത്യക്ഷനായി, തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അനേകർക്കും പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയും സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ആ വ്യക്തികളാണ് ക്രിസ്തുവിന്റെ വെളിപ്പാടായി പുതിയ നിയമം പകർന്നു തന്നിരിക്കുന്നത്. അപ്പോൾ അത് സുവിശേഷത്തിന്റെ ഭാഗമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അതാണ് സുവിശേഷം. ആ സുവിശേഷം 2 കൊരിന്ത്യർ 5 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ. ആ ശക്തി എന്താ? ഈ സുവിശേഷത്തിന്റെ ശക്തി കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അന്നുള്ള മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ആ സദ്വർത്തമാനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഈ വെറും മൺകൂടാരം
ദൈവത്തിലേക്ക് കർത്താവ് പകർന്നു തന്നിരിക്കുക. ഞങ്ങളെ അതിൻ്റെ ശുശ്രൂഷക്കാരായി വച്ചിരിക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കൂടാരം എന്ന് പറയുന്നത് വെറും മൺകൂടാരമാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഇതെനിക്കൊരു കാര്യമേ അല്ല, ഇത് അഴിഞ്ഞു പോയാലും മനുഷ്യനിർമ്മിതമല്ലാത്ത ദൈവത്തിന്റെ കൈപ്പണിയായിട്ടുള്ള ഒരു മലയാളത്തിൽ അങ്ങനെ വാക്ക് കെട്ടിടം അല്ലേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഫസ്റ്റ് തിങ്, ആകയാൽ സഹോദരന്മാരെ, ഈ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങളുടെയും എന്റെയും ഉള്ളിലേക്ക് ദൈവം ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് കൊണ്ട് ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വീണ്ടും വർദ്ധിച്ചു വരുന്നവരും. ഈ സുവിശേഷത്തിന്റെ റിസൾട്ട് എന്താ? അടുത്ത വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. ഇതൊന്നും ഉദാഹരിക്കാൻ ഒരുപാട് സമയത്തിന് വേഗം പറഞ്ഞു വിട്ടു. നമ്മുടെ ഉദ്ദേശം എന്ന് അതല്ലല്ലോ, ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്ന ഉയർപ്പാണ്. പാപമോചനം കറക്റ്റാണ്, പാപമോചനം ഉണ്ടാകണം. പക്ഷെ പാപമോചനം മാത്രം ഉണ്ടായ ഉയർപ്പില്ലെങ്കിൽ അതുകൊണ്ട് എന്താ അർത്ഥം? നമ്മുടെ എല്ലാം പാപങ്ങൾ മോചിക്കപ്പെട്ടു, നാം ഇവിടെ മരണപ്പെട്ട് മണ്ണടിയുന്നവരാണെങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല, അല്ലേ? അപ്പോൾ അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യങ്ങൾ, അത് വളരെ നിരീശ്വരവാദികളും സ്കെപ്റ്റിക്സ് എല്ലാം എടുത്ത് വളരെ വേദപുസ്തകത്തെ തകർക്കുവാൻ തക്കവണ്ണം പറയുന്ന കാര്യമാണ്. യേശു ഉയർത്തിട്ടില്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യത്തെ വാക്യങ്ങൾ. 12-ാം വാക്യം മുതൽ. Now if Christ is, മലയാളത്തിൽ ഒന്ന് വായിച്ചത് 1 Corinthians 15:12 മുതൽ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പൊ അവിടെ നിർത്തിക്കുക. അവിടെ അടുത്ത് കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് എന്തായിരുന്നു? ഒരു ഡൗട്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുണ്ടെന്നൊരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് മുമ്പോട്ട് പോകുന്നുള്ള രീതിയിലൊരു ധ്വനിയിൽ അവരിതിനെ ആക്കി തീർക്കുവാൻ ശ്രമിക്കും. എന്നാൽ അവിടുത്തെ ആർഗ്യുമെന്റ് അതല്ല. അടുത്ത 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല കൂട്ടരും ഉയർപ്പ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുണ്ടായിരുന്നു. ഉയർപ്പ് എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മുടെ ജീവിതം ഇവിടെ തന്നെ ജീവിച്ച് മണ്ണടിയും. ഉയർപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ഇല്ല. അതാണ് അടിസ്ഥാനം. ക്രിസ്തു ഉയർത്തുന്നുള്ളതല്ല, ആരും ഉയർക്കുകയില്ല. അതാണ് അവരുടെ വിശ്വാസം. സദൂക്യർ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ്. സദൂക്യർക്ക് ഉയർപ്പിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരല്ല സദൂക്യർ. അങ്ങനെ പലതരം ആ വിശ്വാസം വെച്ചിരുന്ന പല സെക്റ്റുകളും ഒന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില കൂട്ടർ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നിരിക്കാം. അവരോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഉയർപ്പില്ല എന്ന്? ആ ഉയർപ്പുണ്ടെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഉപയോഗിച്ച് പൗലോസ് ആ സത്യം സ്ഥാപിക്കുകയാണ്. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ്. ക്രിസ്തു ഉയർത്തത് കൊണ്ട് എല്ലാവർക്കും ഉയർപ്പുണ്ട്. That's what Paul is saying. Because Christ rose from the dead, everyone who believes in Christ will rise again. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അതാണല്ലോ കർത്താവ് പറഞ്ഞത്, ഭൂമിയിലായിരുന്നു പറഞ്ഞത് അല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ പറഞ്ഞ ആരുണ്ട്? ലോക ചരിത്രത്തിൽ ആരുണ്ട്? ചിന്തിച്ചു നോക്ക്. അങ്ങനെ ധൈര്യമായി പറയുവാൻ വേണ്ടി പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിന്റെ നേരെ മുമ്പ് പറഞ്ഞത് പലർക്കും പ്രത്യക്ഷനായി. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ പറയുന്ന ഉയർപ്പില്ല എന്ന്.
ഉയർപ്പില്ല എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് കള്ളമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്നത് വ്യാജമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞാനും ക്രിസ്തുവിനെ കണ്ടത്, എൻ്റെ കൂടെയുള്ള മറ്റ് അപ്പോസ്തലന്മാരും ക്രിസ്തുവിനെ കണ്ടതാണ്, മറ്റ് 500-ൽ പരം ശിഷ്യന്മാർ ക്രിസ്തുവിനെ കണ്ടതാണ്. ഇങ്ങനെ ക്രിസ്തുവിനെ വ്യക്തമായി ഞങ്ങൾ കണ്ടത് നിഷേധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും ക്രിസ്തു ഉയർത്തിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ അറിയിക്കുന്ന സദ്വർത്തമാനം നമ്മുടെ പ്രയത്നത്തിന്റെ, നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത് മെയിനായിട്ട് സദ്വർത്തമാനം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്, സുവിശേഷമാണ്. നമ്മൾ സഭയിൽ പ്രസംഗിക്കുകയാണെങ്കിലും അത് വിശ്വാസികളെ സുവിശേഷത്തിൽ ധൈര്യപ്പെടുത്തി നിർത്തുക, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പരസ്യങ്ങൾ നടത്തുകയാണെങ്കിൽ അവിടെ സുവിശേഷം അറിയിക്കുക, അത് നമ്മൾ ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സദ്വർത്തമാനം അറിയിക്കുക, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അതിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി നമ്മൾ അറിയിക്കുന്ന എന്താ? ഉയർപ്പ് ഉണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. അതിന്റെ ആ ഉയർപ്പിന്റെ ഓരോ അവസ്ഥകൾ, ഹൗ, അതാണ് അടുത്തായിട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. അതിനൊന്നും പോകാൻ എനിക്ക് സമയമില്ല, ഞാൻ വേഗം നിർത്തട്ടെ. അപ്പോൾ ഈ ഉയർപ്പിന്റെ സദ്വർത്തമാനമാണ് നാം ലോകത്തോട് അറിയിക്കുന്നത്. ഞാൻ പലരോടും പറഞ്ഞു, ഈ മരണത്തോടെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞു, വെറും 30 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറി, എല്ലാം മാറി. 30 മിനിറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉയർപ്പില്ലായിരുന്നുവെങ്കിൽ മരിക്കുന്ന വ്യക്തികളെ വീണ്ടും, കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്ന വ്യക്തികളെ വീണ്ടും കാണുവാൻ കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ഒരു ബോധം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സത്യമല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. ചിന്തിച്ചു നോക്കി. ഇന്ന് കാണുന്ന ഞാൻ നാളെ ഇല്ലാതെയായി പോകുന്നു, എന്നേക്കുമായി ഇല്ലാതെയായി പോകുന്നു. അതിനെന്താ അർത്ഥമുള്ളത്? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണ്. പക്ഷെ മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ മുഖാന്തരം, കർത്താവിനെ വിശ്വസിക്കുന്നവന് കർത്താവ് കൊടുക്കുന്ന ജീവൻ മുഖാന്തരം, കർത്താവിന്റെ വരവെങ്കിൽ അവരെല്ലാവരും ഉയർക്കപ്പെടുമെന്നുള്ള സത്യമാണ് മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. അപ്പൊ നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത് ഈ ഉയർപ്പിന്റെ ആ ശബ്ദം, ആ ഉയർപ്പിന്റെ ആ സദ്വർത്തമാനം, ആ ഉയർപ്പിന്റെ ആ പ്രൊക്ലമേഷൻ, ആ ഉയർപ്പിന്റെ ആ അറിയിപ്പ് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയത്നം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് ക്രിസ്തുവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ലോകത്ത് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് വളരെ വികലമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയേ പറ്റും. എപ്പോഴും നമുക്കും അതിനുള്ള ടെംപ്റ്റേഷൻ വരും. സുവിശേഷത്തെ മറ്റു രീതിയിലാക്കി തീർക്കാനുള്ള ടെംപ്റ്റേഷൻ നമുക്ക് വരും. സുവിശേഷം ഒരുപക്ഷെ ധനസമ്പാദന മാർഗമായി ഈ ഭൂമിയിൽ മാത്രമുള്ള പ്രത്യാശിക്കുള്ള വകയായി, അതും പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഉയർപ്പില്ല എന്ന് പറയുന്ന വ്യക്തികളോടാണ് പൗലോസ് പറയുന്നത്. നാം ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശയുള്ളവരായിരുന്നാൽ നാം മറ്റു മനുഷ്യരെക്കാൾ നികൃഷ്ടരത്രേ. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? തിന്നുക, കുടിക്കുക, നാളെ നാം മരിക്കുമല്ലോ. അതല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമില്ലെങ്കിൽ why eat, drink, be merry, tomorrow we die. നാളെ നാം മരിക്കുമല്ലോ. അതല്ല ഉയർപ്പെന്ന് പറയുന്ന ആ സത്യം, നിഷേധിക്കാനാകാത്ത സത്യമാണ്. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ മുഖാന്തരം നാമം ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ സുവിശേഷത്തെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തെ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതാക്കുന്നത്, സുവിശേഷത്തെ ധനസമ്പാദനമാക്കുന്നത്, സുവിശേഷത്തെ മറ്റു പലതുമാക്കി കളയുന്നത്. ചിലപ്പോൾ സുവിശേഷത്തിന്റെ കൂടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാം, സൗഖ്യങ്ങൾ ഉണ്ടാകാം, വിടുതലുകൾ ഉണ്ടാകാം. അതെല്ലാം ദൈവം തരുന്ന, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ആത്യന്തികമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്നത് സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ടാണ്. ആ വേലയിൽ നാം വർദ്ധിച്ചു വരുന്നവരാണ്. ആ വേലയിൽ നാം വർദ്ധിച്ചു വരുന്നവരാണ്. മറ്റു കാര്യങ്ങൾ നാം വിടുക. നമ്മുടെ സിറ്റുവേഷൻസ് മാറാം, എല്ലാവരുടെയും അവസ്ഥകൾ മാറാം, നന്നാകാം, ചിലപ്പോൾ ഒരുപാട് ബാഡായി തീരാം.
തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷങ്ങളായി പല മാറ്റങ്ങളോട് സംഭവിച്ചു. ഒന്നും പ്രവചിക്കുവാനോ നമുക്കൊന്നും മുന്നറിയുവാനോ കഴിയുകയില്ല. എന്ത് സാഹചര്യത്തിലും വ്യക്തമായി നാം ഉൾക്കൊള്ളേണ്ടതും നാം മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം, ഈ കർത്താവിൻ്റെ വേല സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ്. ആ സുവിശേഷം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൻ്റെ സദ്വർത്തമാനമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നതിനുള്ള പുനരുത്ഥാനത്തിൻ്റെ സദ്വർത്തമാനമാണ്. ഓരോ മരണങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്നത് അത് തന്നെയാണ്. മരണത്തിൽ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയതാണ്. ഭൂമിയിൽ പലരെയും മിസ് ചെയ്യുമെങ്കിലും കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്നവരെ നാം വീണ്ടും അവരുമായി യേശുവിൻ്റെ രാജ്യത്തിൽ, അത് പൗലോസോട് പറയുന്നു, യേശുവിൻ്റെ രാജ്യത്തിൽ നാം അവരുമായി ഒരുമിച്ച് കാണും. അതുകൊണ്ട് പൗലോസ് അടുത്ത അധ്യായത്തിൽ പൗലോസ് ഇച്ചിരി കൂടെ കടുത്ത് പറയുകയാണ്, ബി വാച്ച്ഫുൾ. മലയാളത്തിൽ എന്താ പറയുന്നത്? ഉണർന്നിരിപ്പിൻ. ഈ സുവിശേഷത്തെ കൂട്ടിക്കളയുവാൻ വേണ്ടി, നമ്മുടെ ഈ വേലയെ തകർത്ത് കളയുവാൻ വേണ്ടി, യഥാർത്ഥമായി ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശത്രു ശ്രമിക്കും. ശത്രു ആയുധമാക്കി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രമിക്കും. ഒരുപക്ഷെ ഗവൺമെന്റുകൾ ശ്രമിച്ചേക്കാം, അധികാരികൾ ശ്രമിച്ചേക്കാം. നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ചിലപ്പോൾ നമുക്കിതിനായി എതിരുണ്ടായി എന്ന് വന്നേക്കാം. ഉണർന്നിരിപ്പിൻ. രണ്ടാമത് വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. അത് നമുക്ക് ബാധകമാണ് എല്ലാവർക്കും. നമ്മൾ വിശ്വാസം നിലനിൽക്കാതെ നമുക്ക് വിശ്വാസത്തെ പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. മൂന്നാമത് പുരുഷത്വം കാണിപ്പിൻ. അതായത് പലർക്കും ഇല്ലാത്തത്. ആക്ട് ലൈക്ക് മെൻ. അതിൻ്റെ അർത്ഥം ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യുക, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുക. ആ സമയങ്ങളിൽ വളരെ, ഇന്നും അത് തന്നെയാണ് സത്യം. പക്ഷേ ലോകത്തിൻ്റെ കൾച്ചറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അവർ പറയുന്നത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാവുന്നൊക്കെ പറഞ്ഞുള്ള പല സംഗതികളൊക്കെ ഉണ്ടാവുന്നത് ശരിയല്ല. നമുക്കറിയാം, അത് പുരുഷനെ സ്ത്രീയെ 2 രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ശക്തിയിലും ബലത്തിലും പുരുഷന് സ്ത്രീയേക്കാൾ വേഗത്തിലും ഒരു ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അവരെ പറ്റി കാര്യക്ഷമമായി ചെയ്യാൻ, പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പുരുഷന്മാർക്ക് കഴിയുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നത്, അന്ന് യുദ്ധത്തിന് പോകുന്നതും പ്രയാസമുള്ള ജോലികളെല്ലാം ചെയ്യുന്നതെല്ലാം പുരുഷന്മാരായിരുന്നു. ആക്ട് ലൈക്ക് മെൻ. നമ്മുടെ സുവിശേഷ വേലയിലും പുരുഷത്വം കാണിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, പുരുഷത്വം കാണിക്കാൻ, ശക്തിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മലബാറിൻ്റെ മണ്ണിൽ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കർത്താവിന് നമ്മെക്കുറിച്ച് ചെയ്തെടുക്കാനുണ്ട്. ദൈവം അത് നമ്മെ കൊണ്ട് ചെയ്തെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ, നട്ടതായിട്ടുള്ള അവസ്ഥയെ നാം നനച്ച് ദൈവം വളരുമാറാക്കുവാൻ തക്കവണ്ണം ദൈവം അതിന് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.